ഇവിടെ എന്ത് രസല്ലേ കാണാനായിട്ട്. പാലത്തി നിങ്ങൾ കേറിക്ക, ഞാൻ കേറില്ല. നീ ഇത് കാണാൻ വേണ്ടിട്ടല്ല വന്നത്? എന്റെ പൊന്നേട്ട, ഞാൻ തൂക്ക് പാലത്തുമ്പോ കേറില്ല, എനിക്ക് പേടിയാണ്. പാലെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊല്ലുന്ന പാലല്ലത്. ഇവിടെ ഫാമിലി ഒക്കെ വരുന്നുണ്ടോ? പിന്നെ ധാരാളം. അത് മാത്രല്ല, ഒരു അന്ധഗായക ഉണ്ടായിരുന്നു. അതെല്ലാ ദിവസം ഉണ്ടാവോ? ഇപ്പൊ ഉണ്ടായത് പുള്ളിക്കാരൻ അതാ ആ ഭാഗത്തില്ല, അപ്പുറത്തേക്ക് അവിടെ കാണാറുണ്ട്. ചേട്ടൻ എന്നെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി പറയണതല്ലേ? വാടി. ഈശ്വര, എന്തിനാ പേടിക്കണേ? വാ. ചേട്ടൻ എന്നെ പറ്റിച്ചതല്ലേ? ഇവിടെ അന്ധഗായകനൊക്കെ ഉണ്ടെന്ന് ഞാൻ കേറാൻ. നീ വാടി, നമുക്ക് കാണാമല്ലോ. നീ ഇത് പേടിക്കണത്? ഉണ്ടെങ്കിൽ കാണാലോ. ഇവിടെ എന്താ ഒച്ച കേൾക്കണ്ടല്ലോ ചേട്ടാ? പാലം തൂക്കുവാലല്ലേ? ഇതാണീ പുള്ളിക്കാരൻ. ഇതാണോ ചേട്ടൻ പറഞ്ഞ പാട്ട്? ഈ പുള്ളി തന്നെ. വാ. അയ്യോ, ഇത് പേടിയാവുന്നു. എന്ത് രസം ചേട്ടനെ കാണാനായിട്ട് ഇവിടെ കേറുമ്പോ. ചേട്ടാ ചേട്ടാ, ആള് ഞാൻ അറിയും ചേട്ടാ. അത് നിന്റെ തോന്നലായിരിക്കും. ഇല്ല ചേട്ടാ, ഇതെന്റെ സ്കൂളിൽ പഠിച്ച എന്റെ ജൂനിയർ ആർന്ന ഞങ്ങളുടെ പ്രാന്തൻ ഗന്ധർവനാണത്. പ്രാന്തൻ ഗന്ധർവനോ? ഇവന് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാരും ഗന്ധർവന്നാ വിളിക്ക. ചേട്ടാ ഒരു നിമിഷം ചേട്ടാ, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എടാ ഗന്ധർവ, നീ എന്താ ഇവിടെ? ആരത്? നല്ല പരിചയമുള്ള ശബ്ദം. എനിക്ക് മനസ്സിലായില്ല, ആരത്? എടാ ഗന്ധർവ, ഞാൻ നിന്റെ സീനിയർ ആർന്ന ബാമയാണ്. ഓർമ്മയില്ല നിനക്ക്? നമ്മ സ്കൂളിൽ പഠിച്ചതൊന്നും ഓർമ്മയില്ല? ആ ബാമേ, നീ എന്താ ഇവിടെ? ബാമേ, എന്റെ കണ്ണിന് കാഴ്ചയില്ല. കുറെ നാൾക്ക് മുമ്പ് ഒരു പനി വന്നതാണ്. അപ്പോ ഒരു ഇഞ്ചക്ഷൻ വെച്ചായിരുന്നു. അന്ന് മുതല് കണ്ണിന് കാഴ്ച പോയി ബാമേ. അപ്പൊ ഞാനിവിടെ ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടി അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ എന്താ ഇവിടെ? എടാ, എന്റെ ഹസ്ബൻഡിന്റെ വീട് ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞല്ല. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്കൂളിലെ ഗന്ധർവനാണ്. ഞാനും മുമ്പ് കണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ കാണാറുണ്ട് പുള്ളിയെ. ഇവിടെ വരാറുണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ പോകുമ്പോ കാണാറുണ്ട്. ഞാൻ അറിയില്ലാത്തോണ്ട് സംസാരിക്കാറൊന്നുമില്ല. എടാ, അവിടുന്ന് കുറെ ഫാമിലീസ് ഒക്കെ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ മാറി സംസാരിക്കാം. ബാ. പിന്നെ പഴയ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാറുണ്ടാ? ഫ്രണ്ട്സുകളൊന്നും പഴയതുപോലെ ഒന്നും വിളിക്കാറില്ലേ? അവരൊക്കെ എന്നെ മറന്നു എന്നാ തോന്നുന്നു. കാലങ്ങളായില്ലേ അവരൊക്കെ കണ്ടിട്ട്. എല്ലാവരും ഓരോ ജീവിത പ്രാരാബ്ദങ്ങളിലേക്ക് പോയില്ലടാ. എടാ, നിനക്ക് പണ്ട് പ്രണയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ചില നേരങ്ങളിൽ മാത്രമാണ് ഓർക്കാറ്. നീ അന്നൊരു പാട്ട് എഴുതിയിരുന്നില്ലേ? അന്ന് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൽ വന്നിട്ട് പാടിയത്. ആ പാട്ടൊന്ന് പാടിത്തരൂ? ഭാമ അതൊക്കെ ഇപ്പോഴും ഓർക്കാറുണ്ടാ? പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ ആ കാലഘട്ടം? ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടോടാ. ശരി ഭാമേ, മനസ്സില് ഉള്ളതുപോലെ ആ പാട്ട് ഞാൻ നിന്നെ പാടി കേൾപ്പിക്കാം. ഒരുപാട് നാളെത്തി നിന്നെയും കാണുന്നതല്ലേ. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ പറ്റി. നമുക്ക് ആ പാട്ട് കേൾക്കാം. എൻ മോഹമേ, വെഞ്ചാമരക്കാറ്റു നീയാകുമോ? എന്നോമലേ വെൺതാരമേ, എൻ ചാരമിന്നുന്ന മിന്നാകുമോ? ചിതറുന്നൊരലയായ എൻ പ്രിയമാനസം, ചിറകറ്റു കേഴും നീ നിറനൊമ്പരം. ഉരുകുന്നൊരഴലായ എൻ മിഴിനീർക്കണം, ഉടയുന്നൊരിടനെങ്കിൽ ഹിമനീർക്കണം. കനവു നിറയുമരിയ കസവിനഴകുമേഘമേ, വെൺമേഘമേ എൻ മോഹമേ, വെൺചാമരക്കാറ്റു നീയാകുമോ?
തീരത്തെ പാൽനിലാമുറ്റത്തെ പൗർണമി പൊന്മുത്തേ വിരിയാതെ നീ പാതിയായി മാറും ഞാൻ പാരിൽ നീയില്ലെന്നാൽ പാതിയിൽ തീരും ഈ ഗസലിൻ വരി ഇനിയില്ല നീയില്ലേ നീലാകാശം ഒഴിയില്ല ഈ മണ്ണിൽ മഴമേഘങ്ങൾ ഇനിയില്ല നീയില്ലേ നീലാകാശം ഒഴിയില്ല ഈ മണ്ണിൽ മഴമേഘങ്ങൾ കനവു നിറയുമറിയ കസവിനഴകുമേഘമേ വെൺമേഘമേ എൻ മോഹമേ വെൺചാമരക്കാറ്റു നീയാകുമോ ലാ 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 ലാ. വെൺമേഘമേ എൻ മോഹമേ വെൺചാമരക്കാറ്റ് നീയാകുമോ